ആ സാഗർ ഫോൺ എടുക്കുന്നില്ലല്ലോ. ഈ എരണം കെട്ടവൻ ഇത് എവിടെ പോയി കിടക്കുക? ആദ്യം മോളെ തട്ടാൻ ഗുണ്ടകളെ വിട്ടത് അവൻ തന്നെയായിരിക്കും. ആശ്രമം ചീറ്റിപ്പോയതിന്റെ വിഷമം കൊണ്ടായിരിക്കും അവൻ ഫോൺ എടുക്കാത്തത്. നെറികെട്ടവൻ ചത്തെന്നാ തോന്നുന്നത്. അല്ല, എന്താ എന്തിനാ വന്ന് പതുങ്ങിക്കുന്നത്? നീ ആർക്കോ ഫോൺ ചെയ്യുന്നത് ഫോൺ എടുക്കാത്തതുകൊണ്ട് ദേഷ്യപ്പെടുന്നത് ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. മനസ്സാകെ അസ്വസ്ഥമാണല്ലേ? അതെ, ഒരാള് ഫോൺ ചെയ്യുമ്പോ ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നത് അത്ര നല്ല ശീലമൊന്നും അല്ല. നല്ല ശീലങ്ങളൊന്നും അല്ലല്ലോ നിനക്കും ഉള്ളത്. കരുണാകര, ദിയമോളെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുത്തു വിട്ടത് നീ തന്നെയാണല്ലേ? ഞാനോ? ഞാനെന്തിനാ ദിയമോളെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുക്കണം? ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ട് പോലും ഇല്ല. ചേച്ചി വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയരുത്. അല്ല, നീ എന്തിനാ എന്നോട് ഒളിപ്പിക്കുന്നത്? ആ വന്ദനയുടെയും കൊച്ചിന്റെയും ഇടപാടങ്ങ് അവസാനിപ്പിക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷെ ഒരാളെ തീർക്കാൻ കൊട്ടേഷൻ കൊടുക്കുമ്പോ ആ ദൂഷ്യമുള്ളവന്മാർക്ക് കൊടുക്കണം. രക്തം കണ്ട അറപ്പ് മാറിയവന്മാർക്ക്. അവരിനി ചെവി അറിയാതെ കാര്യം സാധിച്ചിട്ടങ്ങ് പോവും. ഇതേതോ പരട്ടകളെയോ മറ്റോ ഏൽപ്പിച്ചു വിട്ടിരിക്കുന്നു. എടാ, ലോറി ഇടിപ്പിക്കാനുള്ള സൗകര്യം ഉണ്ടായിട്ടും കൊല്ലാൻ അറിയാൻ വയ്യാത്ത കഴിവ് കെട്ടവന്മാര്. ഇങ്ങനെയുള്ളവന്മാർക്ക് കൊട്ടേഷൻ കൊടുത്തിട്ട് പേരുദോഷം കേൾക്കേണ്ടി വന്നതായിരിക്കും. ചേച്ചി ഇപ്പൊ ഈ പറയുന്നത് ഞാനാണ് ഈ കൊട്ടേഷൻ കൊടുത്തെന്ന് ഉദ്ദേശിച്ചിട്ടാ. ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. ഒരു കൊട്ടേഷൻ ഞാൻ കൊടുത്തിട്ടില്ല. അല്ല, അതിന് നീ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ? പിന്നല്ലാതെ. നിന്റെ ഭാവം കണ്ടാ തോന്നും നീ ഇതിനു മുമ്പ് കൊട്ടേഷൻ കൊടുത്തിട്ടേ ഇല്ലെന്ന്. അതെ, ഞാൻ കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ട്. രാഷ്ട്രീയത്തിൽ എനിക്ക് പരവശവന്മാരെ ഒതുക്കാൻ ഞാൻ കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ട്. അവന്മാരൊക്കെ ഒതുക്കിയിട്ടുണ്ട്. ശരി, സമ്മതിക്കുന്നു. ദിയമോളെ തീർക്കാൻ നീ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ എന്തിനാടാ പാത്തും പതുങ്ങി നിന്നുള്ള ഫോൺ വിളിയും ഈ വെരികിനെ പോലുള്ള നടത്തവും ഒക്കെ? ചേച്ചി, അതൊക്കെ എന്റെ രാഷ്ട്രീയ ജീവിതത്തിന്റെ ഭാഗമാണ്. അതൊക്കെ ചെകഞ്ഞിളക്കി കാരണം അറിയാൻ നിക്കണ്ട. അല്ല പിന്നെ ഇവനത് ചെയ്തിട്ടില്ലെങ്കിൽ മറ്റാരായിരിക്കും അത് ചെയ്തിട്ടുള്ളത്? ദിയമോക്കും വന്ദനയ്ക്കും വേറെ ആരാ ശത്രുക്കളുള്ളത്? ഇനി ഞാൻ അറിയാതെ വിദ്യ കൊട്ടേഷൻ കൊടുത്തായിരിക്കൂ. അല്ല, കരുണാകരൻ ആരാ മോൻ? അവനെ അപ്പാടെ അങ്ങ് വിശ്വസിക്കാനും പറ്റില്ല. ദിയമോളെ കൊല്ലാൻ ലോറി അയച്ച സംഭവത്തിൽ കരുണാകരന് തൊട്ടും തൊടാതെയുള്ള ഒരു പങ്കുണ്ടാവും. അതുറപ്പാ.